BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മഴ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നദികളിൽ ഇറങ്ങരുത്. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് നിലനിൽക്കുന്നതിനാൽ ചില നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ നൽകി. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ലെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രലോഭിപ്പിച്ച് മതം മാറ്റുവാൻ ശ്രമം. മനുഷ്യക്കടത്ത്. കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് എഫ്ഐആർ പുറത്ത്. ഗുരുതര വകുപ്പുകളാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. പ്രലോഭിപ്പിച്ച് മതം മാറ്റുവാൻ ശ്രമിച്ചെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും എഫ്ഐആറിൽ ആരോപണമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. വൈകിട്ട് 5:30ഓടെയായിരുന്നു എഫ്ഐആർ രേഖപ്പെടുത്തിയത്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുവാൻ ശ്രമിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയും സിസ്റ്റർ വന്ദനയെ 2-ാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകൾ ഉദ്ദേശിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു. കന്യാസ്ത്രീകൾക്കൊപ്പം 3 പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു. ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടുവാനെത്തിയ ഇവരെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുകയായിരുന്നു. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നു. തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നിട്ടും റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു. ഇവർ ഒരു തരത്തിലുമുള്ള മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് സഭാ അധികൃതർ വ്യക്തമാക്കുന്നു. ചൈനീസ് കാറുകളെത്തി. ഉടമകൾക്ക് ഇന്ത്യയിൽ നോ എൻട്രി. BYD ഇന്ത്യ വർക്കിംഗ് ഫ്രം ശ്രീലങ്ക, നേപ്പാൾ. 2021 ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് BYD. വിദേശത്ത് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്താണ് കാറുകൾ എത്തിക്കുന്നത്. ഇതുവരെ 4 മോഡലുകളുമായി ഇന്ത്യൻ വിപണിയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിട്ടും കമ്പനിയുടെ ഇന്ത്യൻ ടീമിന് ഇതുവരെയും ഇന്ത്യയിൽ കാലുകുത്താനായിട്ടില്ലെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനീസ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നയത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇതുമൂലം അയൽ രാജ്യങ്ങളിൽ ഇരുന്നാണ് ഈ ടീം ഇന്ത്യയിലെ ജോലികൾ ഏകോപിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ വണ്ടി എത്തിയിട്ടും വണ്ടി ഉടമകൾക്കോ തലവന്മാർക്കോ ഇന്ത്യയിൽ പ്രവേശനം കിട്ടുവാൻ ഇനിയും കാത്തിരിക്കണം. ജെമിനിക്ക് പ്രതിമാസം 45 കോടി സജീവ ഉപഭോക്താക്കൾ. ചാറ്റ് GPT ആപ്പിന് ഭീഷണിയാകുമോ? 45 കോടി പ്രതിമാസ സജീവ ഉപഭോക്താക്കളെ സ്വന്തമാക്കി ഗൂഗിൾ ജെമിനി. ജെമിനിയുടെ പ്രതിദിന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ സാമ്പത്തിക വർഷത്തെ മുൻ ഉൽപാദനത്തെക്കാൾ 50% വർധനമാണ് ഉണ്ടായത്. ഗൂഗിൾ ഇന്ത്യയുടെ മാർക്കറ്റിംഗ് ആൻഡ് സൈറ്റ് മേധാവി ശേഖർ ഘോസ്ലെയാണ് ലിങ്ക്ഡിനിൽ കമ്പനിയുടെ ഈ നേട്ടം അറിയിച്ചത്. ആഴ്ചകൾക്ക് മുൻപാണ് 18 വയസ്സായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജെമിനി പ്രീമിയം AI Pro സബ്സ്ക്രിപ്ഷൻ കമ്പനി സൌജന്യമായി ലഭ്യമാക്കിയത്. പ്രതിദിനം 19,500 രൂപ നിരക്കുള്ള പ്ലാനാണിത്. 2025 സെപ്റ്റംബർ 15 വരെയാണ് ഈ ഓഫർ ലഭിക്കുക. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മതനിരപേക്ഷ ഇന്ത്യക്കുമേൽ വീണ്ടും കറുത്ത കറ. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കൈകോർക്കാം. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധാർഹമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ ഒരു പറ്റം മതവർഗീയവാദികളെ മുൻനിർത്തി BJP സർക്കാരുകൾ നടത്തുന്ന തുടർച്ചയായ കടന്നാക്രമണങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണിത്. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറാണ് ഇവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുത്തതെന്ന വിവരം ഞെട്ടിക്കുന്നതാണെന്ന് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മതനിരപേക്ഷ ഇന്ത്യക്കുമേൽ വീണ്ടും കറുത്ത കറയാണിതെന്നും റിയാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ വയോധികന് ദാരുണാന്ത്യം. സംഭവം കാസർഗോഡ്. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് വയോധികന് ദാരുണാന്ത്യം. കാസർകോട് വയലാംകുഴി സ്വദേശി കുഞ്ഞുണ്ടൻ നായരാണ് മരിച്ചത്. രാവിലെ പശുവിനെ മേയ്ക്കാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. പശുവും വൈദ്യുതാഘാതമേറ്റ് ചത്തു. ഞായറാഴ്ച പൊട്ടിവീണ വൈദ്യുതി കമ്പികളിൽ നിന്നും ഷോക്കേറ്റ് സംസ്ഥാനത്ത് 3 പേർ മരിച്ചിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുൻപിലെ സർവീസ് വയറിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ച് ആലംകോട്, പൂവൻപാറ,
കൂരുവിള വീട്ടിൽ ലീലാമണി സ്വന്തം തെങ്ങിൻതോപ്പിലൂടെ കടന്നുപോകുന്ന വൈദ്യുത കമ്പി പൊട്ടിവീണ് പാലക്കാട് കൊടുമ്പ് ഓലശ്ശേരി പാളയം സ്വദേശി സി മാരിമുത്തു, തോട്ടിൽ നീന്തുന്നതിനിടെ വൈദ്യുത കമ്പി പൊട്ടിവീണ് മലപ്പുറം വേങ്ങരയിലെ കണ്ണമംഗലം അച്ഛനമ്പലം പുള്ളാട്ട് അബ്ദുൽ വദൂദ് എന്നിവരാണ് മരിച്ചത്. കൊന്നുകളയുവാൻ അയാൾ ഭർത്താവിനോട് പറഞ്ഞു. യുപിയിൽ പോലീസുകാരന്റെ ഭാര്യ ജീവനൊടുക്കി. ഉത്തർപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ജീവനൊടുക്കി. ഭർത്താവിന്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മാനസിക ശാരീരിക പീഡനത്തെ തുടർന്നാണ് താൻ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് ആരോപിച്ചുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചുകൊണ്ടാണ് സൌമ്യ കശ്യപ് എന്ന യുവതി ജീവനൊടുക്കിയത്. പോലീസ് കോൺസ്റ്റബിൾ അനുരാഗ് സിംഗിന്റെ ഭാര്യയാണ് സൌമ്യ. അനുരാഗിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും ഭർത്താവിനെ മറ്റൊരു വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കുകയാണെന്നും സൌമ്യ വീഡിയോയിൽ പറയുന്നുണ്ട്. ഭർത്താവിന്റെ സഹോദരൻ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സൌമ്യ പറയുന്നു. ഭർത്താവിന്റെ അമ്മാവൻ അഭിഭാഷകനാണ്. അയാൾ തന്നെ കൊലപ്പെടുത്തുവാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. ഭർത്താവിനെ രക്ഷിച്ചോളാമെന്ന് അയാൾ പറഞ്ഞു. സൌമ്യ വീഡിയോയിൽ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിലാണ് സൌമ്യയെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. പഹൽഗാം സംഭവിക്കരുത്, എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നതിൽ കുഴപ്പമില്ല ഗാംഗുലി. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുന്നത് തുടരണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ സൌരവ് ഗാംഗുലി. എന്നാൽ പഹൽഗാമിലേതുപോലുള്ള ഭീകരാക്രമണങ്ങൾ ഒരിക്കലും സംഭവിക്കരുതെന്നും ഗാംഗുലി പറഞ്ഞു. ഏഷ്യ കപ്പ് മത്സരക്രമം പുറത്തുവന്നതിന് പിന്നാലെയാണ് മുൻ ഇന്ത്യൻ നായകന്റെ പ്രതികരണം. ICC ടൂർണമെന്റുകളിലും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന് കീഴിൽ നടക്കുന്ന ഏഷ്യ കപ്പിലും മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കാറുള്ളത്. മത്സരങ്ങൾ മുന്നോട്ടു പോകണം. അതേസമയം പഹൽഗാം ഒരിക്കലും സംഭവിക്കരുത്. എങ്കിലും കളി തുടരുക തന്നെ വേണം, ഗാംഗുലി മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.